PJ മാനുവൽ മുൻ ദേശീയ ജാവലിൻ താരം കേരളത്തിനായി ഒരുപാട് തവണ ചാമ്പ്യനായ ജാവലിൻ താരമാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PJ മാനുവൽ, ഇന്നത്തെ മത്സരം നീരജ് ചോപ്രയിൽ നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എന്തായിരിക്കുമെന്നാണ് താങ്കളുടെ ഒരു വിശ്വാസം? നീരജ് ചോപ്ര മാക്സ് ഇപ്പോൾ ഓൾറെഡി അവരുടെ പേഴ്സണൽ ബെസ്റ്റിന്റെ അടുത്ത് എറിഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു 90+ എറിയുന്നതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. ഓക്കെ, മറ്റ് താരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ ഇപ്പോൾ വെബർ ആണെങ്കിലും വാദ്ലജ് ആണെങ്കിലും അർഷാദ് നദീം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ള ആളുകളാണ്. 90 മീറ്ററിന് മുകളിൽ എറിഞ്ഞ താരങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും അവരെയൊക്കെ കടന്ന് നീരജ് സ്വർണം നേടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്തായിരിക്കും ഈ മറ്റ് താരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഒരു വ്യത്യസ്തത എന്താണ് താങ്കൾ കാണുന്നത്? എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വന്നില്ല. മേ ബി ഞാൻ മനസ്സിലാക്കുന്നത് നീരജിന്റെ പ്രത്യേകത എന്താണെന്ന് അങ്ങ് ചോദിച്ചത്. അതെ, നീരജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കോമ്പറ്റീഷനിൽ വെച്ച് കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് റണ്ണപ്പാണ്, നല്ല സ്പീഡുള്ള അപ്രോച്ചാണ്, നല്ല ഫ്ലെക്സിബിൾ ബോഡിയാണ്. പിന്നെ ത്രോയിലും നല്ല പവർ, ഓടി വരുന്ന സ്പീഡ് അങ്ങനെ തന്നെ ത്രോയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് നീരജിന്റെ. ഓക്കെ സാർ, താങ്കൾ ഒരല്പം പുറകോട്ട് ഇരുന്ന് സംസാരിച്ചാൽ കുറെ കൂടി വ്യക്തമായി താങ്കളെ നമുക്ക് കാണാമായിരുന്നു. ഞാൻ ദിവ്യയിലേക്ക് ഒന്ന് പോവുകയാണ്. ദിവ്യ, നീരജ് ചോപ്രയുടെ കഴിഞ്ഞ കുറച്ച് നാളത്തെ പ്രകടനം അത് സ്വാഭാവികമായും വിലയിരുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് 89.94 ആണ് എന്ന് നമുക്കറിയാം. 2022 അദ്ദേഹം ടോക്കിയോയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? സമീപഭാവിയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു അത്ലീറ്റാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്രയുടെ ഏറ്റവും മികച്ച ഒരു സമയം എന്ന് പറയുന്നത് 89.94. അത് 2022 സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിലായിരുന്നു അന്ന് ആ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 90 കടന്ന് നീരജ് തൻ്റെ ഏറ്റവും മികച്ച പ്രകടനം ഈ ഒരു റെക്കോർഡ് തകർത്തുകൊണ്ട് പുതിയൊരു ടൈം കുറയ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സിലാകട്ടെ 87.58 എന്ന ദൂരം നേടിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ദൂരം പിന്നിട്ടുകൊണ്ട് അന്ന് നമുക്ക് ആദ്യമായി അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം വീണ്ടും ഒരു സ്വർണം ഇന്ത്യക്ക് നേടിത്തന്നത് ഈ സമയത്തായിരുന്നു 2020. വീണ്ടും 2023 ഏഷ്യൻ ഗെയിംസിൽ 88.88 ദൂരം എറിഞ്ഞുകൊണ്ട് അന്നും നമുക്ക് സ്വർണം നേടിത്തന്നു നീരജ് ചോപ്ര. അങ്ങനെ വീണ്ടും കൂടുതൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു താരമായി വളർന്നു വരികയാണ്. 2023 വേൾഡ് ചാമ്പ്യൻഷിപ്പിലും 88.17 എന്ന നിലയിലേക്കായിരുന്നു അന്ന് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത്. ഓരോ മത്സരം കഴിയുന്തോറും, അല്ലെങ്കിൽ ഓരോ ചാമ്പ്യൻഷിപ്പ് കഴിയുന്തോറും അദ്ദേഹത്തിന്റെ പവർ, അദ്ദേഹം എറിയുന്ന ദൂരം അതെല്ലാം മെച്ചപ്പെട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം മെച്ചപ്പെട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഒരു ചെറിയ ഒരു ഡ്രോബാക്ക് ഉണ്ടായതെന്ന് പറയുന്നത് 2022 വേൾഡ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു. അന്ന് 88.13 എറിഞ്ഞുകൊണ്ട് വെള്ളി മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്. എങ്കിൽ പോലും അദ്ദേഹം മികച്ചൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ ഇത്തവണ, അതായത് ഈ പാരീസ് ഒളിമ്പിക്സിലേക്ക് അദ്ദേഹം വരുമ്പോൾ തീർച്ചയായും ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇന്ത്യൻ സംഘം അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത്. അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം മറ്റൊരു സ്വർണം ഈ പാരീസ് ഒളിമ്പിക്സിൽ നമുക്ക് നേടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ 3 വെങ്കല മെഡൽ മാത്രമാണ് ഇന്ത്യക്കുള്ളത്. അതും ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് മാത്രമാണ് ഉള്ളത്. വേറെ ഒരു മത്സരത്തിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഒരു മേഖലയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു കുറവ്, ആ സ്വർണത്തിന്റെ കുറവ് നീരജ് ചോപ്ര, സ്വർണത്തിന്റെ കുറവ്, ആ പൊന്നിന്റെ തിളക്കം, അതൊരു കുറവാണ്. അത് ഇന്ന് മാറ്റും. അങ്ങനെ ഒരു തിളക്കം ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് നീരജ് ചോപ്ര നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സജു തോമസ്